മനസ്സിലാവും ഇത് ഒരു മുട്ട പോലെയാണുള്ളത് അല്ലേ. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ എഗ്ഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫാമിലിയിലോട്ട് പോവാണ് നൊക്ടോയിഡിയ. നൊക്ടോയിഡിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രേ ബ്രൗൺ അങ്ങനെയുള്ള ഷെയ്ഡുകളിൽ വരുന്ന ഇവരിൽ തന്നെ ചിലർക്ക് കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളുടെ ട്രോപ്പിക് റീജിയൻസിലൊക്കെ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരും കാണാൻ പറ്റും. പിന്നെ ഇതെന്തുകൊണ്ടാണ്, ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ഫാമിലി നൊക്ടോയിഡിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫാമിലിന്റെ അണ്ടറിലാണ്. അപ്പൊ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. കാരണം ഇതിലുള്ള ആൾക്കാർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ ഫാമിലിയിലൊക്കെ മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഞാനത് പറയാം. ഇപ്പൊ നൊക്ടോയിഡിയയിൽ വരുന്ന അതിനെക്കുറിച്ച് നമ്മൾ പല സ്ഥലത്തും നോക്കിയാൽ കാണുന്ന ഒരു ടേമാണ് ഔളറ്റ് മോത്ത്സ്, കട്ട് വേംസ് ആൻഡ് ആർമി വേംസ്. ഇതിൽ ഔളറ്റ് മോത്ത്സിന് നമ്മൾ ശരിക്കും നൊക്ടോയിഡിയയിൽ ഇല്ല. ഇപ്പോൾ അതിനെ മാറ്റിയിട്ട് വേറെ ഫാമിലിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നൊക്ടോയിഡിയയിൽ കട്ട് വേംസും ആർമി വേംസും ആണ്. നമ്മൾ പറഞ്ഞു വളരെ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അല്ല, അല്ലെങ്കിൽ ഗ്രേ ആണ്, പക്ഷെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കാണുന്ന മോത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോത്താണ് അല്ലെ. ഇന്ത്യൻ ലില്ലി മോത്ത് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ലാർവയാണിത്. ലില്ലി ചെടികളെ നശിപ്പിക്കാൻ കഴിവുള്ള അതിന്റെ സ്റ്റെമ്മിന്, ലില്ലി മാത്രമല്ല അങ്ങനെയുള്ള ചെടികളുടെയൊക്കെ സ്റ്റെമ്മ് അല്ലെങ്കിൽ അങ്ങനെ പ്ലാന്റുകളെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കട്ട് വേം എന്ന് പറയുന്നത്. ഇവർ ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ ആർമി വേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫാമിലിയാണ് എറബിഡെ. ഈ എറബിഡയുടെ ഉള്ളിൽ നമ്മൾ 3 സബ് ഫാമിലീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സബ് ഫാമിലിയാണ് എറബിനെ എന്ന് പറയുന്നത്. എറബിനയിലാണ് ഈ ഔളും ഔളറ്റും ആയിട്ടുള്ള മോത്തുകൾ വരുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ഔൾ മോത്ത് അല്ലെങ്കിൽ ഔളറ്റ് മോത്ത് എന്ന് പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പറയാൻ പറ്റും എന്തുകൊണ്ടാണ് അല്ലെ? ഇതിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഈ രൂപം കണ്ടാൽ, അതെ, ഐ സ്പോട്സ്, ഈ ഐ സ്പോട്സ് കണ്ടാൽ ഒരു മൂങ്ങ ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഔൾ മോത്ത്സ് അല്ലെങ്കിൽ ഔളറ്റ് മോത്ത്സ് എന്ന് പറയണത്. അതെ, കറക്റ്റ് ആണ് ജ്യോതി, കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഔളറ്റ്സ് എന്ന് പറയണത്. ഇത് ഒരു ലാർജ് ഗ്രൂപ്പാണ്. ഇവര് അത്യാവശ്യം റോട്ടിംഗ് ഫ്രൂട്ട് ഒക്കെ കഴിക്കാൻ നമ്മളുടെ ബെയ്റ്റ് ട്രാപ്പുകളിലൊക്കെ അട്രാക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് ഈ ഔൾ മോത്ത്സ്. രാത്രി നമ്മളുടെ ട്യൂബ് ലൈറ്റിന്റെ ഒക്കെ അടുത്ത് ഇവർ വന്നിരിക്കുന്നത് കാണാം അല്ലെ. അപ്പൊ അത്രയും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഇനി എറബിഡയുള്ള ഈ എറബിനെ സബ് ഫാമിലിയിൽ വരുന്ന അടുത്ത ഗ്രൂപ്പാണ് ഫ്രൂട്ട് പിയേഴ്സിംഗ് മോത്ത്സ്. ഫ്രൂട്ട് പിയേഴ്സിംഗ് മോത്ത്സിന് നമ്മൾ മുന്നേ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവരുടെ ഷാർപ്പായിട്ടുള്ള സ്പൈൻസ് ഇവരുടെ പ്രൊബോസിസിലുണ്ട്. അപ്പൊ ഈ പ്രൊബോസിസ് അല്ലെങ്കിൽ നാവിലുണ്ട്. ഈ നാവ് വെച്ചിട്ട് അവര് ഫ്രൂട്ടിന്റെ ഉള്ളിലോട്ട് അവരുടെ നാവ് ഇട്ടിട്ട് അവിടെ ഫ്ലൂയിഡ് കുടിക്കാനുള്ള എബിലിറ്റി ഇവർക്കുണ്ട്. അപ്പോൾ ഇവര് പച്ചയായാലും പഴുത്തതായാലും ഫ്രൂട്ട്സിനെ കീറാനുള്ള ഒരു എബിലിറ്റി ഇവർക്കുള്ളത് കൊണ്ട് ഇവര് അത്യാവശ്യം നല്ല ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട് ക്രോപ്സിനൊക്കെ ഡാമേജ് വരുത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മോത്ത്സ് ആണ് ഈ എറബിഡയിൽ വരുന്ന എറബിനെ എന്ന് പറയുന്ന ആൾക്കാർ, ഫ്രൂട്ട് പിയേഴ്സിംഗ് മോത്തുകൾ. ഇത് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. മെയിലും ഫീമെയിലും കാണാൻ വെവ്വേറെയാണ്. ഇത് രണ്ടും ഒരു സ്പീഷീസിന്റെ മെയിലും ഫീമെയിലും ആണ്. ഇത് ഫീമെയിൽ ആണ്, ഇത് മെയിൽ ആണ്. ഓക്കെ, അത് ഇവരുടെ ലാർവ ആയാലും അഡൾട്ട്സ് ആയാലും അത്യാവശ്യം പ്ലാന്റിന് ഡാമേജ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഈ എറബിഡയിൽ വരുന്ന അടുത്ത സബ് ഫാമിലിയാണ് ലിംനാട്രിനെ. ലിംനാട്രിനെ എന്ന് പറയുന്നത് ടസോക്ക് മോത്തുകളാണ്. ടസോക്ക് മോത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടസോക്ക് മോത്തുകൾ അവരുടെ ശരീരത്തിലുള്ള ഹെയർ, അവർക്ക് അത്യാവശ്യം വളരെ ഒരു ടഫ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ടഫ്റ്റ്സ് ഓഫ് ഹെയർ ഉണ്ട്. ഗ്രൂപ്പ് ആയിട്ടുള്ള ബ്രഷ് പോലുള്ള ഹെയർ ഉള്ളതുകൊണ്ട് ഇവരെ നമ്മൾ ടസോക്ക് മോത്ത് എന്ന് പറയുന്നത്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എൻ്റെ വീഡിയോ കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊന്ന് നോക്കാം. ഇതാ ഒരു ടസോക്ക് മോത്താണ്, അതിന്റെ കാറ്റർപില്ലർ ആണിത്. ഇതിന്റെ ബോഡിയിൽ നമുക്ക് കുറെ ഹെയർസ് കാണാൻ പറ്റും അല്ലെ, ബ്രഷ് പോലെ. ഇവിടെയൊക്കെ ബ്രഷ് പോലെ ഹെയർസ് കണ്ടോ? ഇതിനെയും തൊടാൻ പാടില്ല, തൊട്ടാൽ ചൊറിയും. അതുകൊണ്ട് ഇവരുടെ ഹെയർസ്, ഇവരുടെ ശരീരത്തിലെ ഹെയർസ് അട്ടിക്കേറ്റിംഗ് ഹെയർസ് എന്നാണ് നമ്മൾ പറയണത്. അട്ടിക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവര് നമ്മളെ ശരീരത്തിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന, അലർജി ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർസ് എന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, അപ്പോ ഇവരുടെ ഈ സബ് ഫാമിലി ലിംനാട്രിനേക്ക് ആ ലിംനാട്രിയ എന്നുള്ള ആ പേര് ഇവര് ചെടികളൊക്കെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മോത്തുകളെയും നിങ്ങൾ ടച്ച് ചെയ്യാൻ പോണ്ട. മോത്തും ചിലർക്ക് ചൊറിഞ്ഞതായിട്ട് നമുക്കറിയാം.
ഓക്കെ. അപ്പോ അഡൾട്ട്സ് ഫീഡ് ചെയ്യാറില്ല, അഡൾട്ട്സ് ഭക്ഷണം കഴിക്കാറില്ല, ലാർവ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അഡൾട്ട്, ആ ഭക്ഷണം തന്നെയാണ് അഡൾട്ട് യൂസ് ചെയ്യണം, ആ എനർജിയാണ് അഡൾട്ട് യൂസ് ചെയ്യണം. ഓക്കെ, മുന്നോട്ട് പോവാണ്. ഇനി എറബിഡയിലുള്ള ഒരു സബ് ഫാമിലിയാണ് ആർക്ടിനെ. ആർക്ടിനയില് മെയിൻ ആയിട്ട് വരുന്നത് ടൈഗർ മോത്തുകളും അതിന്റെ ബാക്കിയുള്ള ആൾക്കാരുമാണ്. ഇപ്പൊ ടൈഗർ മോത്തുകൾ, ഈ കാണുന്ന ഒരു ടൈഗർ മോത്താണ് അല്ലെ. ടൈഗർ മോത്ത് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള മോത്തുകളാണ്. നമ്മൾ എറബിഡയില് അത്യാവശ്യം ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ടൈഗർ മോത്തുകൾ. അപ്പൊ ഇവരെ തൊടുകയൊക്കെ ചെയ്താൽ ഇവര് ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഫ്രോത്തി സെക്രീഷൻ ഒക്കെ ഇവരുടെ വായുഭാഗത്ത് നിന്ന് ഇവർക്ക് ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ചില ടൈഗർ മോത്തുകൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാറ്റ്സിന്റെ ഒക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഓക്കെ, നമ്മളുടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു എക്സാമ്പിൾ. നമ്മളുടെ വീട്ടിലെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ ഇത് കാണാറുണ്ടാവും. ഈ ഒരു കാറ്റർപില്ലറിനെ അല്ലെ, ഒരു പുഴുവിനെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചൊറിയും പുഴു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനടുത്തൊന്ന് വളർത്തി നോക്കുക, അല്ലെങ്കിൽ അത് തിന്ന് ഇലയൊക്കെ കൊടുത്ത് അതിനൊന്ന് വളർത്തി നോക്കുക. അപ്പോ ഈ മോത്തിന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള മോത്തുകളെ കിട്ടും, ഈ ഫാമിലിയുള്ള മോത്തുകളെ കിട്ടും. ഇത് സെയിം ആണ്. അപ്പോ ഇങ്ങനെയുള്ള പുഴുക്കളൊക്കെ വളർത്തുമ്പോൾ ഒരുപക്ഷെ ഇതുപോലുള്ള മോത്തുകൾ നമുക്ക് കിട്ടും. പക്ഷെ ആൾക്കാര് പുഴുവാണല്ലോ എന്നുള്ള രീതിയിൽ അതിനെ കൊന്നു കളയാറുണ്ട്, ആണ് യൂഷ്വലി ചെയ്യാറ് അല്ലെ. ഇനി ബാക്കിയുള്ള എറബിഡെ, ആർക്ടിനയിലുള്ള ബാക്കിയുള്ള ടൈഗർ മോത്ത്സ് അല്ലാതെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഫുട്മെൻ മോത്ത്സ് ഉണ്ട്, ലൈക്കൻ മോത്ത്സ് ഉണ്ട്, വാസ്പ് മോത്തുകൾ ഉണ്ട്. ഇപ്പോൾ ഫുട്മെൻ മോത്തുകൾ എന്ന് പറയുമ്പം അവര് ഡൾ കളേർഡ് ആയിട്ടുള്ള മോത്തുകളാണ്. ഈ ഗ്രൂപ്പിൽ മൊത്തത്തിൽ ഡൾ കളേർഡ് ആയിട്ടുള്ള മോത്തുകൾ ഫുട്മെൻ മോത്തുകളാണ്. ലൈക്കൻ മോത്തുകളാണെങ്കിൽ അവർ ലൈക്കനാണ് ഫീഡ് ചെയ്ത് ജീവിക്കുന്നത്. വാസ്പ് മോത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ഈ ഇമേജ് കാണുന്ന പോലെ വാസ്പിനെ അല്ലെങ്കിൽ കടന്നലിനൊക്കെ മിമിക് ചെയ്യുന്ന ആൾക്കാരാണ്, അതിനെ മിമിക്രി ചെയ്യുന്ന പോലെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ മിമിക്രിനെ പറയുന്ന പേരാണ് ബേറ്റ്ഷ്യൻ മിമിക്രി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, അറിയുന്ന ആൾക്കാരുണ്ടാവാം, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഹാംഫുൾ അല്ലാത്ത ഒരാള് ഹാംഫുൾ ആയ ഒരാളെ, അതായത് നിരുപദ്രവകാരിയായ ഒരാള് ഉപദ്രവകാരിയായ ഒരാളെ പോലെ ആവുന്നതിനാണ് നമ്മൾ ഈ ബേറ്റ്ഷ്യൻ മിമിക്രി എന്നുള്ള ഇത് പേര് പറയുന്നത്. കണ്ടുപിടിച്ച ആളെ പേരാണ് ബേറ്റ്, അതുകൊണ്ടാണ് ബേറ്റ്സ് എന്ന് പറയുന്നത്, ബേറ്റ്ഷ്യൻ മിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാണ്. അടുത്ത ഫാമിലിയാണ് ക്രാംബിഡെ. ക്രാംബിഡെ എന്ന് പറയുന്നത് ക്രാംബിഡ് സ്നോട്ട് മോത്തുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ലെസിയോ ക്രാംബിഡെ പറഞ്ഞപ്പോ നമ്മൾ അവിടെ ഒരു സ്നോട്ട് മോത്തുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ക്രാംബിഡും സ്നോട്ട് മോത്തുകളാണ്. ഈ സ്നോട്ട് എന്ന് പറയുന്നത് വായയുടെ മുന്നിൽ ഭാഗത്തുള്ള ഈ ഒരു സ്ട്രക്ചറിനാണ്. അപ്പൊ ഇത് പൊന്തി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ സ്നോട്ട് മോത്തുകൾ എന്ന് പറയുന്നത്. ഇവരുടെ വേറൊരു പേരാണ് ഗ്രാസ് മോത്തുകൾ. ഇപ്പൊ ഗ്രാസ് മോത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് ഗ്രാസിൽ ആണ് ജീവിക്കുന്നത്. ഇവർ മെയിൻ ആയിട്ട് ഇവരുടെ ലാർവയൊക്കെ ഗ്രാസിന്റെ സ്റ്റെമ്മ്, പുല്ലുകളുടെ, നമ്മുടെ നാട്ടിൽ കാണുന്ന പുല്ലുകളുടെ ഒക്കെ സ്റ്റെമ്മിന്റെ ഉള്ളിൽ, തണ്ടിന്റെ ഉള്ളിൽ ഇവർ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരും വളരെ ചെറിയ മോത്തുകളാണ്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരെ കണ്ട എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകത, ഇവരുടെ ഈ ആന്റിന വളരെ നീളം കൂടിയതാണ്. അവരുടെ ഈ ഏറ്റവും ഫ്രണ്ടിലത്തെ വിങ്ങിലുണ്ടല്ലോ, ചിറകുണ്ടല്ലോ, ആ ചിറകിനേക്കാളും വലുപ്പമുണ്ട് ഇവരുടെ ആന്റിന. അതുകൊണ്ട് ഇവർ ആന്റിന സാധാരണ വെക്കുന്നത് ബോഡിയുടെ നേരെ പിറകിലോട്ട് വരുന്ന രീതിയിലാണ് ഇവർ ആന്റിന വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതാണ് ക്രാംബിഡ് സ്നോട്ട് മോത്തുകളുടെ ഒരു മെയിൻ ഫീച്ചർ. അടുത്ത ഫാമിലിയിലോട്ട് പോവാം. അതിന് മുന്നേ നമുക്ക് ക്രാംബിഡ് സ്നൗട്ട് മോത്തുകളുടെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ട് പോവാം. ഇവരും മിമിക്രി കാണിക്കുന്ന ആൾക്കാരാണ്. ഇവര് വാസ്പിനൊക്കെ മിമിക് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ഫാമിലിയാണ് പൈറാലിഡെ. പൈറാലിഡന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൈറാലിഡയും ഇതേപോലെ സ്നോട്ട് ആയിട്ടുള്ള മോത്ത്സ് ആണ്. അപ്പൊ ഇവർക്കും സ്നോട്ടുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പൈറാലിഡയും നമ്മളുടെ ക്രാംബിഡയും ഒക്കെ ഇനീഷ്യലി ഒരുമിച്ചായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവർക്കും ഈ പ്രൊട്രൂഡിങ് ആയിട്ടുള്ള സ്നോട്ട് ഉണ്ട്, സ്മോൾ മോത്താണ്. പക്ഷെ ഇവരുടെ വിങ് സ്പാൻ വരുന്നത് മാക്സിമം പോയാൽ ഒരു 4 സെന്റിമീറ്റർ വരെ മാക്സിമം പോവാം. അത്രയൊക്കെയാണ് പൈറാലിഡയിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇവരിൽ പലരും എക്കണോമിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പെസ്റ്റുകളാണ്. ഓക്കെ, അപ്പോ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഗ്രേറ്റർ വാക്സ് മോത്ത് എന്ന് പറയുന്ന മോത്താണ്. ഇവർ ചെയ്യുന്നത് നമ്മളുടെ ബീഹൈവ് ഉണ്ടാവുമല്ലോ, തേനീച്ചക്കൂട് ഉണ്ടാവുമല്ലോ, തേനീച്ചക്കൂടിന്റെ ഉള്ളിൽ പോയിട്ട് ഇവർ മുട്ടയിടും. എന്നിട്ട് ഇവരുടെ ലാർവ തേനീച്ചക്കൂടിലെ
വാക്സ്, മെഴുക് തിന്നിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോ മെഴുകും പിന്നെ അതേപോലെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മളുടെ തേനീച്ചയുടെ കുട്ടികളുടെ സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തിന്നിട്ടാണ് ഇവർ വളരണത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഗ്രേറ്റർ വാക്സ് മോത്ത് എന്ന് പറയുന്നത്. ഇവര് നമ്മളുടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മള് നാട്ടിൽ തേനീച്ച കർഷകന്മാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അടുത്ത എക്സാമ്പിൾ ആണ് റൈസ് മോത്ത്. റൈസ് മോത്ത് നമ്മളുടെ റൈസിലും സ്റ്റോർഡ് ഫുഡിലൊക്കെ പെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ലാർവേനൊക്കെ നമുക്ക് ബെയ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ചിലരൊക്കെ ബേർഡ്സിനൊക്കെ പെറ്റായിട്ട് വളർത്തുമല്ലോ, അവർക്കൊക്കെ ഇതിന്റെ ലാർവേനൊക്കെ ഫുഡായിട്ട് അവർ കൊടുക്കാറുണ്ട്. ബേർഡ്സിനൊക്കെ ഫുഡായിട്ട് കൊടുക്കാറുണ്ട്. നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലാർവയാണ്. അപ്പൊ അത് ബേർഡ്സിന് ഫുഡായിട്ട് അവർ കൊടുക്കാറുണ്ട്. ഇനി കുറച്ച് ഫാമിലിയും കൂടി ബാക്കിയുള്ളൂ. ഒരു ഫാമിലിയാണ് ടോർട്ടിസിഡേ. ടോർട്ടിസിഡേനെ നമ്മൾ ടോർട്ടിക്സ് മോത്ത് അല്ലെങ്കിൽ ലീഫ് റോളേഴ്സ് മോത്ത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലീഫ് ചുരുട്ടി വെച്ചിരിക്കുന്ന മോത്തുകളാണ് ഈ ലീഫ് റോളർ മോത്തുകൾ എന്ന് പറയുന്നത്. ടോർട്ടിസിഡേ അതിന്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. സ്മോൾ ആണ്. ഇവരുടെ വിങ് സൈസ് ഒക്കെ വരുന്നത് ഏകദേശം 3 സെന്റിമീറ്ററും അതിലും താഴെയൊക്കെയാണ് ഇവരുടെ വിങ് സൈസ് വരുന്നത്. കൂടുതൽ ആൾക്കാരും അത്രയും കളർഫുൾ അല്ലാതെ ഒരു മോട്ടിൽഡ് അല്ലെങ്കിൽ മാർബിൾഡ് ബ്രൗൺ കളേഴ്സിലൊക്കെയാണ് ഇവരെ കാണാറുള്ളത്. ഇപ്പൊ ലാർവേനെ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി? പല ലീഫ് റോളുകളും ഒന്ന് തുറന്നു നോക്കിയാൽ മതി, ഇവരുടെ ലാർവേനെ കാണാൻ പറ്റും. ആ ലീഫ് റോളുകൾ ഒരു പാത്രത്തിലോ മറ്റോ എടുത്തു വെച്ചാൽ നമുക്ക് ഇവരുടെ അഡൾട്ട് വരുന്നതും കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ഫാമിലിയാണ് ടൈനിഡേ. ടൈനിഡേയില് ഇവരെ നമ്മൾ ഫംഗസ് മോത്തുകൾ എന്നാണ് പറയുന്നത്. ഫംഗസ് മോത്തുകൾ അല്ലെങ്കിൽ ടൈനീഡ് മോത്തുകൾ എന്ന് പറയും. ഇവര് സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള മോത്തുകളാണ്. ഇതിന്റെ കോമൺ എക്സാമ്പിൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഇതിന്റെ കേസ് ബെയറിംഗ് ആയിട്ടുള്ള ലാർവേനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവര് ക്ലോത്ത് മോത്തുകൾ ഇതിലാണ് വരുന്നത്. നമ്മളുടെ ക്ലോത്ത്, നമ്മളുടെ കുപ്പായങ്ങളൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവരുടെ ലാർവകൾ. കുറച്ചൊക്കെ വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ അവരത് കഴിച്ചങ്ങ് പോയിക്കോളും, അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല. പക്ഷെ നമ്മളുടെ കുറെ കുപ്പായങ്ങളൊക്കെ ഇവർ നശിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. പിന്നെ അഡൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡൾട്ട് വിങ് ടെക്റ്റിഫോം ആയിട്ടാണ് കീപ്പ് ചെയ്യാറ്. ഓക്കെ, ടെന്റ് പോലെ, റൂഫ് പോലെയാണ് ഇവരുടെ അഡൾട്ടിന്റെ വിങ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അടുത്ത ഫാമിലിയാണ് ഗലക്കിഡേ. ഗലക്കിഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗലക്കിഡേ ടേളർ മോത്ത്സ് അല്ലെങ്കിൽ ഗലക്കിഡ് മോത്ത്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ വളരെ ചെറിയ മോത്തുകളാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ചെടിയുടെ ഉള്ളിൽ പോയിട്ട് ഇവരുടെ മുട്ടയിടും, അല്ലെങ്കിൽ ഇവരുടെ ലാർവ അതിൻ്റെ ഉള്ളിൽ വളരും. അപ്പൊ അങ്ങനെ വളരുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചെടിയുടെ ഉള്ളിൽ ഗാളുകൾ ഫോം ചെയ്യും. ഗാള് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചെടിയുടെ ഉള്ളിൽ വരുന്ന നമുക്ക് ക്യാൻസർ വരുമല്ലോ, അതുപോലെ ചെടിക്ക് വരുന്ന ട്യൂമർ, ക്യാൻസറിനെയാണ് നമ്മൾ ഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചെടിക്ക് കുഞ്ഞു ക്യാൻസറുകൾ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഗലക്കിഡുകൾ. ഓക്കെ, അടുത്ത ഫാമിലിയാണ് നോട്ടോഡോണ്ടിഡേ. നോട്ടോഡോണ്ടിഡേനെ അറിയപ്പെടുന്നത് പ്രൊമിനന്റ് മോത്തുകൾ അല്ലെങ്കിൽ പ്രമുഖനായിട്ടുള്ള മോത്ത് എന്നുള്ള തരത്തിലാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ അഡൾട്ടിന്റെ വിങ് നോക്കിയാൽ അവരുടെ വിങ്ങിന്റെ ഇവിടെ കുറെ ഹെയർസ് ഒക്കെ ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു ഫറി ആയിട്ടുള്ള ഒരു വിങ് വെച്ച പോലെയാണ് ഇവർ ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പ്രൊമിനന്റ് മോത്ത് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ലാർവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാർവ അത്യാവശ്യം വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു ലാർവയാണ്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് കണ്ടാൽ നമുക്ക് ഈ ലാർവേനെ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ഈ ലാർവേനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഈ ലാർവെ അതിന്റെ ബാക്ക് സൈഡ് ആണ് ഇത്. തല, ഇത് കുറച്ച് കാലുകൾ ഇവിടെ ഉണ്ട്, ഇവിടെ കുറച്ച് കാലുകളുണ്ട്, ഇതാണ് അടുത്ത തല. ഇത് വേറെ ഒരു പുഴു. അപ്പൊ ഒരു പുഴു, 2 പുഴു ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ലാർവ ഉള്ളത്. അപ്പൊ ഈ ഒരു വിയേർഡ് ഷേപ്പ്, ഇതൊരു വിചിത്രമായ ഒരു ലാർവയാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ലാർവ നീങ്ങുന്നത് വളരെ വിചിത്രമായ രീതിയിൽ തന്നെയാണ്. ഇവർക്ക് സാധാരണ പുഴുക്കളെ പോലെ അല്ലാതെ ഇവർക്ക് ഈ മുന്നിലുള്ള ഈ കാലുകൾ ചലിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇവരിങ്ങനെ നീങ്ങുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഇതൊരു ഉറുമ്പ് ആണ് അല്ലെങ്കിൽ ഒരു സ്പൈഡർ ആണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഈ ഒരു ബിഹേവിയർ കാരണം ഇവരുടെ അടുത്തേക്ക് വേറെ ജീവികൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് തോന്നുന്നത് ഇതൊരു ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള, മുറിവേറ്റിട്ടുള്ള ഒരു ഉറുമ്പാണെന്ന് വിചാരിച്ചിട്ട്
ആൾക്കാർ ഇതിന്റെ അടുത്തോട്ട് വരാറില്ല സാധാരണ. ബേർഡ്സ് ഒക്കെ ഭക്ഷണം കഴിക്കാൻ ആരും വരാറില്ല. അപ്പൊ അങ്ങനെ ഇവർ രക്ഷപ്പെട്ടു പോവാറുണ്ട്. ഓക്കെ, ഇനി മുന്നോട്ട് പോവാണ്. അടുത്ത ഫാമിലിയാണ് സെസിഡെ. ഇനി ഒരു 3 ഫാമിലിയേ ഉള്ളൂ. ഈ ഫാമിലിയാണ് സെസിഡെ. സെസിഡയുടെ കേസിൽ സെസിഡെ ഒരു ക്ലിയർ വിങ് മോത്ത്സ് ആണ്. അവര് കുറെ ആൾക്കാർക്കൊക്കെ വിങ് അത്യാവശ്യം ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇവര് രാവിലെ സമയങ്ങളിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഈ രാവിലെ സമയം കാണുന്നതിന്റെ പ്രത്യേകത? ഇവരെ കാണാൻ നമ്മളുടെ തേനീച്ച അല്ലെങ്കിൽ നമ്മളുടെ വാസ്പുകൾ അല്ലെ കടന്നലുകളൊക്കെ പോലെ ഉണ്ട് അല്ലെ. അപ്പോൾ ഇവര് ഹൈമെനോപ്റ്ററി ഫോം, ഹൈമെനോപ്റ്ററി ആണ് നമ്മളുടെ കടന്നല്, തേനീച്ച അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു ലുക്കിലാണ് ഇവർ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ ഹൈമെനോപ്റ്ററി ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവരിത് ചെയ്യുന്നത് എന്തിനാണ്? ബേറ്റ്ഷ്യൻ മിമിക്രിയാണ് അവർ കാണിക്കുന്നത്. അവര് ഈ എന്താ കടന്നലിനൊക്കെ പോലെ തോന്നുന്നത് കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ആൾക്കാർക്ക് വരാൻ പേടിയുണ്ടാവും അല്ലെ. ഇവർക്ക് ഈ ഒരു ക്യാരക്ടർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ അബ്ഡോമനിൽ റെഡ്, യെല്ലോ, വൈറ്റ് പോലുള്ള പാച്ചസ് ഒക്കെ കാണാൻ പറ്റും. ഈ പാച്ചസ് ഒക്കെ കാണുമ്പോൾ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് അതെന്താണ്? ഒരു തേനീച്ചയാണ്. അപ്പൊ ഈ ഒരു ഒബ്സർവേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത് നമ്മളുടെ ഒരു സുഹൃത്തായ അതുലാണ്. അപ്പൊ ഈ ഒബ്സർവേഷൻ ആണ് ഐനാച്ചുറലിസ്റ്റിന്റെ വേൾഡ് വൈഡ് ഒബ്സർവേഷൻസിൽ ഈ സ്പീഷീസിന്റെ ഫസ്റ്റ് റെക്കോർഡ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഐനാച്ചുറലിസ്റ്റ് പോലെ ലോകം മൊത്തം ആൾക്കാർ ഡാറ്റ ചെക്ക് ചെയ്യണ ഒരു വെബ്സൈറ്റിൽ നമ്മളിൽ ഒരാൾ ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ ആണ് ആ ഒരു സ്പീഷീസിനെ കുറിച്ചുള്ള ഫസ്റ്റ് റെക്കോർഡ് എന്നുള്ളൊരു കാര്യം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ അതുലിനെ പോലെ ഒരു ഇങ്ങനെ ഇത്രയും വലിയൊരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, ബാക്കി പോർഷനിൽ നമുക്ക് പറയാം. അടുത്ത 2 ഫാമിലി കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഫാമിലിയുടെ കഷ്ടപ്പാടുകൾ നിർത്താം. ഓക്കെ, ഫാമിലിയാണ് ഡിപ്രസാരിഡെ. ഡിപ്രസാരിഡെ എന്ന് പറയുമ്പോൾ ലോകത്ത് മൊത്തത്തിൽ കാണുന്ന വളരെ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് റോളേഴ്സ്, മൈനേഴ്സ്, സ്റ്റെംബോറസ് ആണ്. ഇതിന്റെ സൈസ് നിങ്ങൾക്ക് അവിടെ സ്കെയിൽ നോക്കിയാൽ കാണാം. ഏകദേശം 1 സെന്റിമീറ്ററിനെക്കാളും ചെറുതാണ് ഇവരുടെ വിങ് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ പോലും ഉണ്ടാകുന്ന സൈസ് അല്ലെ. അടുത്ത റൈറ്റ് സൈഡിലുള്ള ആളാണ് യുറാനിഡെ. യുറാനിഡയിൽ വരുന്നത് സ്വാലോ ടൈൽ മോത്ത്സ് ആണ്. അപ്പൊ സ്വാലോ ടൈൽ മോത്ത്സ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ കാണാൻ ബട്ടർഫ്ലൈനെ പോലെ ഉണ്ട്. സ്വാലോ ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഗ്രൂപ്പ് ഉണ്ട്, പാപ്പിലോണിഡെ വരുന്ന ഗ്രൂപ്പ് ഉണ്ട്. അതിന് സിമിലർ ആയതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്വാലോ ടൈൽ മോത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് വേറൊരു ഇമേജ് ആണ്. സ്വാലോ ടൈലിന്റെ യുറാനിഡയിലെ വേറൊരു ഇമേജ് ആണ്. അങ്ങനെ നമ്മൾ മോത്ത് ഫാമിലീസ് ഒക്കെ അത്യാവശ്യം ഒന്ന് കവർ ചെയ്തു. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് നമ്മൾ നേരത്തെ കണ്ട മോത്തുകളുമായിട്ട് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലെ. ഒരു പക്ഷെ ഇത് കണ്ടാൽ നമുക്ക് ജോമെട്രിയുടെ ഷേപ്പ്, ജോമെട്രിയുടെ പ്ലാനിഫോം ആയിട്ട് വിങ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടീനിയുടെ അവരുടെ വിങ് എങ്ങനെയായിരുന്നു? അവര് ഒരു റൂഫ് പോലെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്കിതൊക്കെ കാണുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. സ്ഫിഞ്ചിഡയുടെ വിങ്, ഹോക്ക് മോത്തിന്റെ വിങ് അല്ലെ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമേജസ് ഒക്കെ കൂടുതൽ കാണും തോറും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിത്രങ്ങൾ പതിയും. ഈ ചിത്രങ്ങൾ പതിയും തോറും നിങ്ങൾക്ക് സ്പീഷീസുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാവും. ഓക്കെ, ഫാമിലീസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാവും. അപ്പോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്നതിൽ 1 ആരാണ്, 2 ആരാണ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടുവോ? ഓക്കെ, 1 സ്പിഞ്ചിഡെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ABCD ഇട്ടാലും മതി. 1A ആണോ 1B ആണോ 1C ആണോ ഇട്ടാലും മതി. ഓക്കെ, 2 സെസിഡെ. സ്പിഞ്ചിഡെ ആണോ ഡൗട്ട് ഉണ്ട്. നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ വിങ് നോക്കി, വിങ്ങിന്റെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിങ്ങിന്റെ സൈസ് വിഡ്ത്ത് വളരെ കുറവാണ്. 4 വിങ്ങിന്റെ സൈസ് ആണ്. മുന്നിലത്തെ വിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്ര വരെ അവന്റെ വിങ് സൈസ് ഉള്ളൂ. പക്ഷെ അത് വളരെ ലോങ് ആണ് അല്ലെ, വളരെ ലോങ് ആണ്. പുറകിലത്തെ വിങ് കുറച്ച് സ്മോൾ ആണ്. പിന്നെ ഇവരുടെ ഷേപ്പ് ഒരു പരുന്തിന്റെ അല്ലെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഫൈറ്റർ ജെറ്റ് ഒക്കെ പോലെയാണ് ഇവരുടെ ഷേപ്പ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഉത്തരം ഒന്നാമത്തത് സ്പിഞ്ചിഡേ ആണ്, രണ്ടാമത്തത് സെസിഡേ ആണ്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഉത്തരം വരുന്നത്. ഒന്ന് സ്പിഞ്ചിഡേ, രണ്ട് സെസിഡേ. ഓക്കെ, അടുത്ത ഒരു സെറ്റോട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇമേജ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ മാറും കേട്ടോ. ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. എല്ലാരും കൺഫ്യൂസ്ഡ് ആണോ? ഓക്കെ, 1 2 അറബിഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 അറബിഡേ 1 2 അറബിഡേ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഓക്കെ ഓക്കെ, ശരിയാണ് പറഞ്ഞതൊക്കെ ശരിയാണ്. രണ്ടും അറബിഡ തന്നെയാണ്. ഒന്ന് ഔളറ്റ് മോത്താണ്, ഒന്ന് ഫ്രൂട്ട് പിയേഴ്സിംഗ് മോത്താണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ കോമൺ ഫാമിലീസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും കുറച്ചെങ്കിലും ആ ഫാമിലീസ് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി സിറ്റിസൺ സയൻസിനെ കുറിച്ച് പറയാം. അപ്പൊ കുറച്ച് അധികം ടൈം എടുക്കില്ല, കുറച്ച് ടൈം പോകുള്ളൂ. അറിയാതെ ഓണായി പോയതാണോ രാജേഷ്? ഓക്കെ, കുഴപ്പമില്ല, അറിയാതെ ആയെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് ഇനി സിറ്റിസൺ സയൻസിനെ കുറിച്ച് പറയാം. അപ്പൊ സിറ്റിസൺ സയൻസ് എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളും പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ, സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റിസൺ സയൻസിൽ സയന്റിസ്റ്റുകളും റിസർച്ചേഴ്സും സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും ചേർന്നിട്ട് സയൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ നമുക്കിപ്പം ഡാറ്റ കൂടുതൽ ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ വൈഡ് ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിറ്റിസൺ സയൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സാധാരണക്കാരനും സയന്റിസ്റ്റ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഈ സിറ്റിസൺ സയൻസ് പോലുള്ള പ്രോഗ്രാമുകൾ. ഈ ടേം വന്നിട്ടുള്ളത് കുറച്ച് റീസെന്റ് ആയിട്ടാണെങ്കിൽ പോലും പണ്ട് കാലത്ത് തൊട്ട് തന്നെ പബ്ലിക് സയൻസിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, പബ്ലിക് സയൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായാലും, കുട്ടികൾ തൊട്ട് പ്രായമായ ആൾക്കാരായാൽ പോലും
നമുക്ക് സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഈ സിറ്റിസൺ സയൻസ് ഊട്ടി ഉറപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ ടെക്നോളജി ഒക്കെ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആണ്. നമ്മളുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള GPS ഉണ്ട്, ഫോണിൽ തന്നെ അത്യാവശ്യം നല്ല ക്യാമറകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഫോണിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അപ്കമിങ് ഫ്യൂച്ചറിൽ ഒരുപക്ഷെ നമ്മുടെ ഫോണിൽ തന്നെ എയർ ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഫോണിൽ വരും അല്ലെ. അപ്പൊ ഇങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമായി മാറുവാണ്. നമ്മളുടെ വിരൽത്തുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറണ്ട് സയൻസിന്റെ പാർട്ട് ആവാൻ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് അല്ലെ. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിനുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് ഐനാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ മോത്സ് ഓഫ് ഇന്ത്യ, ബയോഡൈവേഴ്സിറ്റി ഇന്ത്യ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പ്രൊജക്ട് നോവ പോലുള്ള പ്രൊജക്ടുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഹെൽപ്പ് വെബ്സൈറ്റുകൾ. അപ്പൊ ഈ ഐനാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ മോത്സ് ഓഫ് ഇന്ത്യ ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഇമേജുകളും, ഇപ്പൊ ഒരു മോത്ത് ആയിക്കോട്ടെ, ഒരു ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, ഒരു പൂച്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എലി ആയിക്കോട്ടെ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ജീവിയെ നമ്മൾ ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് നമുക്ക് സയൻസിനോട് പറയാം. അതൊരു പക്ഷെ ഭാവിയിൽ ഒരു റിസർച്ചർ ഓക്കെ ഇന്ന സ്ഥലത്ത് എവിടെയൊക്കെയാണ് ഇന്ന ജീവി ഉള്ളതെന്ന് നോക്കുമ്പോൾ ഓക്കെ ഈ നാട്ടിലും ജീവികൾ ഉണ്ടല്ലോ എന്നുള്ളൊരു കൗതുകമൊക്കെ റിസർച്ചേഴ്സിന് ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പറ്റും അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഐനാച്ചുറലിസ്റ്റ് പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യാം എന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഐനാച്ചുറലിസ്റ്റിന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ബ്രേക്ക് ആയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഐനാച്ചുറലിസ്റ്റിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. നമ്മൾ എവിടെയാ കണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഒരു ഫോട്ടോവോ എന്താണോ നമ്മൾ അതിനെ കണ്ടത് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് അവിടെ. ഏതാണ് സ്പീഷീസ്, നമുക്ക് അറിയുന്ന സ്പീഷീസ് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന വരെ നമ്മൾ പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് അവിടെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് പല ഹെൽപ്പുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഐനാച്ചുറലിസ്റ്റിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോവുക. ഐനാച്ചുറലിസ്റ്റിന്റെ ആപ്പ് അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ ഏതാ ഫോണോ ഏതായിക്കോട്ടെ. അപ്പൊ ഐനാച്ചുറലിസ്റ്റിന്റെ ആപ്പുകൾ അവൈലബിൾ ആണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം സൈൻ അപ്പ് ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേജിൽ നമ്മളുടെ ഇവിടെ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഒരു പ്ലസ് ഓപ്ഷൻ ഉണ്ട്. പിക്ചറോ വോയിസോ എന്തും നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ പ്ലസ് ചെയ്തതിനു ശേഷം നമ്മളുടെ ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമുക്ക് എന്താണെന്ന് അത് മനസ്സിലായത്, അതായത് നമുക്ക് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവും അതൊരു ഫ്രോഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു ലെപ്പിഡോപ്റ്റർ ആണ്, അതൊരു മോത്ത് ആവാം, അല്ലെങ്കിൽ അതൊരു ബട്ടർഫ്ലൈ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കലി അറിയാം ഇന്ന ബട്ടർഫ്ലൈ ആണ്, അല്ലെങ്കിൽ ഇന്ന മോത്ത് ആണ്, നിങ്ങൾക്ക് അറിയാം ഇത് ഹോക്ക് മോത്ത് ആണ്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യാണ് ഹോക്ക് മോത്ത്. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ ലൊക്കേഷനും അതിന്റെ ഫോട്ടോ എടുത്ത ഡേറ്റും കറക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അവരത് മെറ്റാ ഡാറ്റ ബേസ് ചെയ്തിട്ട് അവർക്ക് അത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, അതിൽ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് അല്ല, നിങ്ങൾ ഒബ്സർവ് ചെയ്ത ഡേറ്റ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ആ മോത്തിനെ കണ്ടത് ആ ഡേറ്റ് ആണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡേറ്റും ടൈമും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം, നമ്മളുടെ ഒബ്സർവേഷൻ സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം ഒന്ന് നമ്മൾ നോർമലി ആപ്പ് റീഫ്രഷ് ചെയ്യുന്ന പോലെ റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ ഈ ഒബ്സർവേഷൻസ് ഒക്കെ സിങ്ക് ആവും, ഓൺലൈനിൽ അപ്ലോഡ് ആവും. അപ്പൊ അങ്ങനെ അപ്ലോഡ് ആയ ഈ ഒബ്സർവേഷൻസിനെ ആൾക്കാർ പിന്നെ വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ ഒറിജിനൽ ആയിട്ട് എങ്ങനെയാണ് ഐനാച്ചുറലിസ്റ്റിൽ കാണുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു ഒബ്സർവേഷൻ കാണുക. നിങ്ങൾ സെലക്ട് ചെയ്ത പിക്ചർ ഇതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു വാട്ട് ഡു യു സീ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് അവർ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അവർ പറയുവാണ് അത്യാവശ്യം AI ബേസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഇന്ന സ്പീഷീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ജീനസ് ആയിരിക്കാം എന്ന് അവരെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. പക്ഷെ നമുക്കറിയാം ഇതല്ല, ഇവരുടെ സജഷൻ തെറ്റിയിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാവുമെങ്കിൽ നമുക്ക് ഈ താഴെ കൊടുത്ത സജഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ രണ്ട് ഇമേജിനെയും സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഈ ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് ഇത്ര എളുപ്പമാണോ, അല്ലെങ്കിൽ ഓ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ ഇതിന് ശേഷം അടുത്ത പ്രോസസ്സാണ് നിങ്ങൾ സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്തൊരു ഒബ്സർവേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ ഗാലറിയിൽ അല്ലെ നിങ്ങളുടെ എന്താ ഐനാച്ചുറലിസ്റ്റിന്റെ ഒബ്സർവേഷൻ പേജിൽ, മൈ ഒബ്സർവേഷൻ പേജിൽ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ ഒബ്സർവ് ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കമന്റിന്റെ ഒരു ചിഹ്നം കാണാം അല്ലെ. അപ്പൊ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഒബ്സർവേഷനെ പറ്റി ആരോ കമന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ അത് നോക്കുവാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഒബ്സർവ് ചെയ്ത് ഇതായിരുന്നു എന്നായിരുന്നു നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ സജഷൻ ശരിയാണ് എന്ന് സയന്റിഫിക് കമ്മ്യൂണിറ്റി നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിന് നമ്മൾ ഈ നാഷണൽ മോത്ത് വീക്കിനോടനുബന്ധിച്ച് TBARC നാഷണൽ മോത്ത് വീക്കിനോടനുബന്ധിച്ചിട്ട് നമ്മളുടെ ഒരു പ്രൊജക്ട് പോലെ നമ്മളുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്രൊജക്ട് പോലെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഫോണിൽ നമ്മളുടെ പല ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ഒബ്സർവേഷൻസിന്റെ കൂടെ നമ്മൾ ഇവിടെയുള്ള ഈ 3 ലൈൻഡ് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയുള്ള പ്രൊജക്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് പോവാണ്. ഈ പ്രൊജക്ട് എന്നുള്ള പറഞ്ഞ ഓപ്ഷനിലോട്ട് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ ജോയിൻ ചെയ്ത പ്രൊജക്റ്റുകളും പുതിയ പ്രൊജക്റ്റുകൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇവിടെ സെർച്ച് കൊടുത്താൽ നമുക്ക് സെർച്ച് ചെയ്യാം നമ്മളുടെ പ്രൊജക്ട്, നമുക്ക് വേണ്ട പ്രൊജക്റ്റുകൾ. അപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രൊജക്ടിന്റെ പേര് നാഷണൽ മോത്ത് വീക്ക് 2025 സ്പേസ് TBARC ഇന്ത്യ എന്നാണ്. നാഷണൽ മോത്ത് വീക്ക് 2025 സ്പേസ് TBARC ഇന്ത്യ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാം. ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്താലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങളെ ഈ മോത്തിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ജീവികളൊക്കെ കറക്റ്റ് ആണോ, നിങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ പ്രൊജക്ട് അതിന് ശേഷം ആ പ്രൊജക്റ്റിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരും. ജോയിൻ, ന്യൂസ്, എബൌട്ട് അല്ലെ. അപ്പൊ ഈ ജോയിൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ പ്രൊജക്റ്റിൽ ജോയിൻ ആയി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം, ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പിറകിലോട്ട് പോയാൽ നമുക്ക് കാണുന്ന ഒരു സംഭവമാണ് ഈ പ്രൊജക്ട്. ഇതൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള പ്രൊജക്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊജക്ട് അല്ലെ, നാഷണൽ മോത്ത് വീക്ക് 2025 TBARC ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രൊജക്ട്. അപ്പൊ ഈ പ്രൊജക്ടിന്റെ ഉള്ളിൽ ഓരോ ആൾക്കാർ, നമ്മളുടെ കൂട്ടത്തിൽ ഓരോ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസ് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പബ്ലിക് ആണ്. ഏത് സയന്റിസ്റ്റിനും ഏത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ ഒബ്സർവേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പബ്ലിക്കിന് ആക്സസ് ആയിട്ടുള്ള മോർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യലാണ് ഐനാച്ചുറലിസ്റ്റ് പോലുള്ള വെബ്സൈറ്റ് ചെയ്യണത്. നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ് കണ്ടക്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളുടെ ഈ പ്രൊജക്ടിന് ജോയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് മോത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഇമേജസുകളും ഫോട്ടോസ് ഒക്കെ വേൾഡിന്, സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും മോത്തിങ് കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ ഈ പറഞ്ഞ ഈ ഐനാച്ചുറലിസ്റ്റിന്റെ പ്രോസസ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ കുറിച്ചിട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒരു 15 മിനിറ്റ് എക്സ്ട്രാ ഇരിക്കാം. എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പല്ല, ഒരു 10 മിനിറ്റ് കൂടി എടുക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം, എന്നിട്ട് നമുക്ക് പിരിയാം. ബാക്കി ഓൺലൈൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ, പ്രൊജക്ടിന്റെ നെയിം നാഷണൽ മോത്ത് വീക്ക് 2025 സ്പേസ് TBARC ഇന്ത്യ, അങ്ങനെയാണ് കേട്ടോ പ്രൊജക്ടിന്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഓൺലൈനായിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഒന്ന് അഡ്രസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാം. ഓക്കെ, അബ്ദുൾ ലത്തീഫ്, ഞാൻ ആ ഓൺലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്തതിനു ശേഷം തിരിച്ചു വന്നാൽ മതിയോ? ഓക്കെ, മൗനം സമ്മതമാണ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു. അപ്പോ
ഫസ്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു മോത്തുകൾ എങ്ങനെയാണ് പല എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ആവുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ കുറെ കണ്ടന്റ് ഈ ഒരു പ്രസന്റേഷനിൽ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അവരുടെ കളറേഷനിൽ, അവരുടെ മോർഫോളജിയിൽ, അവരുടെ സ്ട്രക്ചറിൽ, അവരുടെ ഷേപ്പിൽ, അല്ലെങ്കിൽ അവര് രൂപസാദൃശ്യം ഉണ്ടാക്കുന്നതിൽ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവരുടെ അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും. കാറ്റർപില്ലർ ആയാലും അഡൾട്ട് ആയാലും, അവരുടെ പുഴുവായാലും അഡൾട്ട് മോത്തുകളായാലും മിമിക്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവർ മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഭക്ഷണം ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ രാത്രി സമയത്താണ്, അപ്പൊ കുറെ പ്രിഡേറ്റേഴ്സിനൊക്കെ ഒഴിവാക്കാൻ പറ്റും. രാവിലെ കാണുന്ന ബാറ്റ് ഉണ്ട് ശരിയാണ്, പക്ഷെ എന്നാലും കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇവര് ചില ആൾക്കാർ പ്യൂപ്പേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ എഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ മെയിനായിട്ട് ഈ രണ്ട് സ്റ്റേജുകളിൽ അവർ ഡയോപോസ് അല്ലെങ്കിൽ എന്താ പറയാ ശൈത്യകാല ഉറക്കം, അല്ലെങ്കിൽ അതേപോലെ ശൈത്യം തന്നെയല്ലേ, അത് ശരിയാണ്, അല്ലെങ്കിൽ ഈസ്റ്റുവേഷൻ ചൂടുകാലത്ത് ഇതേപോലെ ഉറങ്ങുന്ന ഒരു പ്രോസസ് ഒക്കെ ഇവർ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ഇവരുടെ നിന്ന് എങ്ങനെ നമുക്ക് എന്തൊക്കെ പഠിക്കാം. പലപ്പോഴും ഞാൻ ഹോക്ക് മോത്തിന്റെ ഇമേജ് കാണിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവര് നമ്മളുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഈ ഒരു ഷേപ്പ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം അല്ലെ. ഇവരുടെ സ്കെയിലിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ പലപ്പോഴും സ്റ്റെൽത്ത്, അതായത് ഇങ്ങനെ ഫൈറ്റർ ജെറ്റുകളൊക്കെ ചിലതൊക്കെ റഡാറിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അവര് പ്രത്യേക ഷീൽഡ് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവാം. അപ്പൊ അത് അവര് കോപ്പി ചെയ്തിരിക്കുന്നത് ഈ മോത്തിന്റെ ഒക്കെ വിങ്ങിലുള്ള സ്കെയിൽസിന്റെ അറേഞ്ച്മെന്റ് കൊണ്ടാണ്. സ്കെയിൽസിന്റെ മൂവ്മെന്റ് ഒക്കെ ബാറ്റ്സിന് അതിനെ കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെന്താ? അപ്പൊ അലീം പറഞ്ഞ പോലെ എല്ലാവരും ആ ഫോം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അതേപോലെ ഫീഡ്ബാക്ക് നിങ്ങൾ തരാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നിന്നും എന്തൊക്കെ പഠിക്കാം. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റി കുറയുന്നതിനെ കുറിച്ച്, ചെടികളുടെ ഡൈവേഴ്സിറ്റി കുറയുന്നതിനെ കുറിച്ചിട്ട്, ന്യൂട്രിയൻ സൈക്കിളിനെ കുറിച്ചിട്ട്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും പഠിക്കാൻ നമുക്ക് ഈ മോത്തുകളുടെ അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോളാർ പാനലിന്റെ സ്ട്രക്ചർ പോലും മോത്തുകളുടെ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാറുണ്ട്. പിന്നെ വേറൊരാൾ ചോദിച്ചത്, അനന്തകൃഷ്ണൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഹാപ്പൻ ഇഫ് ഓൾ ദ മോത്ത്സ് വിൽ ഡിസപ്പിയർ വൺ ഡേ? എല്ലാ മോത്തുകളും ഒരു ദിവസം അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു സാധനം അനന്തകൃഷ്ണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും ഈ മോത്തുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ മോത്തുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ഒരു എക്കോസിസ്റ്റം മൊത്തം ഹാം ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫുഡ് വെബുകൾ നഷ്ടപ്പെടും. കാരണം ഇവർ അത്യാവശ്യം പോളിനേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഹെർബിവോർസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ട്രോഫിക് വെബിലുള്ള ഒരു കണക്ഷൻ ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവര് എന്താണ് ഫുഡ് വെബ് പെട്ടെന്ന് ഡിസ്ട്രപ്റ്റ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അഗ്രികൾച്ചർ ഡിസ്ട്രപ്റ്റ് ആവും, പോളിനേഷൻ നടക്കൂല, രാത്രി കാലത്തുള്ള പോളിനേഷൻ നടക്കാത്തത് കൊണ്ട് അഗ്രികൾച്ചറിന് പ്രശ്നമാണ്. പിന്നെ എന്താ സിൽക്ക് പ്രൊഡക്ഷൻ നഷ്ടമാണ്, ന്യൂട്രിയൻ സൈക്ലിങ്ങിലൊക്കെ പ്രശ്നം വരും. അങ്ങനെ മൊത്തം പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച്, ന്യൂട്രിയൻ സൈക്കിളിന് പ്രശ്നം വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിലുള്ള കാർബണൊക്കെ കൂടുതൽ, കാർബണിന്റെ ആ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചിന് അത് എയ്ഡ് ചെയ്യും. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ മോത്തുകൾ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവാം. പല സ്പീഷീസിന് ഫുഡ് ഇല്ലാണ്ടാവും. അതൊക്കെയാണുള്ളത്. പിന്നെ അനൂപ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ മോത്ത് ഡൈവേഴ്സിറ്റി മാൻഗ്രോവ് എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ മാൻഗ്രോവിലുള്ള മോത്തുകളുടെ ഡൈവേഴ്സിറ്റി റിലേറ്റീവ്ലി അൺസ്റ്റഡീഡ് ആണ് ശരിക്കും. ഇന്ത്യയിൽ സുന്ദർബനിലും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് മെയിലായിട്ട് വരും എല്ലാവർക്കും കേട്ടോ. ഓക്കെ, അപ്പോ മാൻഗ്രോവ് ഉള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. നൊക്ടോയിഡിയെ, ക്രാമ്പിഡെ, ജോമെട്രിഡെ, അങ്ങനെയുള്ള പല മോത്തുകളെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. പൈറാലിഡയിലൊക്കെ ഉള്ള മോത്തുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സുന്ദർബൻസിലാണ് ഈ സ്റ്റഡി നടന്നിട്ടുള്ളത്. KFRIയിൽ ഇങ്ങനെ സ്റ്റഡി നടക്കുന്നുണ്ട്. അതായത് മാൻഗ്രോവ്സിലുള്ള ഇൻസെക്ട് ഡൈവേഴ്സിറ്റിനെ പറ്റിയുള്ള സ്റ്റഡി നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഇവിടെ KFRIയിൽ ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾക്ക് ഒരു പക്ഷേ ചാറ്റിൽ ഇടാൻ പറ്റും KFRIയിലെ സ്റ്റഡീനെ കുറിച്ചിട്ട്. അത് ഇൻസെക്ട് ഡൈവേഴ്സിനെ കുറിച്ചാണ് മാൻഗ്രോവ്സിൽ, പക്ഷെ അതിൽ മൊത്തം വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അനുപമ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങളെ ഫോം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്രോമിൽ നിങ്ങളുടെ ഫോമിലോട്ട് ലീഡ് ചെയ്യും. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, അനുപമ ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ആർ ഒബ്സർവ്ഡ് ഇൻ ദ മോത്ത്സ് ഡ്യൂ ടു ലൈറ്റ് പൊല്യൂഷൻ, വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്? ലൈറ്റ് പൊല്യൂഷൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മോത്തുകളുടെ കേസിൽ. ഇത് ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പം ഒട്ടുമിക്ക വീടുകളിലെയും പുറമേയൊക്കെ വളരെ ഫാൻസി ലൈറ്റുകളൊക്കെ നമ്മളിങ്ങനെ ഫുൾ ടൈം ഇട്ട് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ലൈറ്റുകളൊക്കെ ഓഫാക്കി വെക്കുക, നിങ്ങൾക്ക് അത് നല്ലതേ ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് മോത്തുകൾ ഉള്ളത് നിങ്ങളുടെ അടുത്തുള്ള ചെടികൾക്കും അങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റിക്കൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോ നിങ്ങൾ ഇങ്ങനെയുള്ള എന്ത് ചെയ്യുക, ക്ഷമിക്കണം, അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ വേണ്ടാത്ത സമയത്ത് ഓഫാക്കി വെക്കുക. അപ്പൊ ലൈറ്റ് പൊല്യൂഷൻ ഇവർക്ക് മോത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷെ ചില മോത്തുകൾ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് പൊല്യൂഷൻ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് ഇവര് മോത്തുകൾ ആ റീജിയൻ ഒഴിവാക്കിയിട്ട് വേറെ റീജിയനിലോട്ട് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളും നടക്കാറുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം, പിന്നെ മോത്തുകൾ ജനറ്റിക്കലിയും ഇവര് ബിഹേവിയറിലൊക്കെ ചെറിയ ചേഞ്ചുകൾ വരുന്നുണ്ട് ലൈറ്റ് കാരണം എന്ന് പറയാനുണ്ട്. അർബൻ ഏരിയയിലുള്ള മോത്തുകളൊക്കെ ആ ഒരു ഏരിയ അത്രയും ലൈറ്റ് സെൻസിറ്റീവ് അല്ലാതെ ആവുന്ന ഒരു കേസുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല പല അഡാപ്റ്റേഷൻസ് ഉണ്ട്, ഞാനത് കൂടുതലായിട്ട് പറയാനില്ല. പിന്നെ അനു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ലീഡ്സ് യു ടു ഒബ്സർവ് മോത്ത്സ്? അപ്പോ ഞാൻ ഇൻസെക്റ്റുകളെ പറ്റി ചെറുപ്പം തൊട്ടേ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോ അഖില ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതും ഞാൻ ഇത് കണക്ട് ചെയ്ത് പറയാം. അഖില ജോർജ് ടീച്ചറാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിൽ ദിസ് ഹെൽപ്പ് ടു ഡു പ്രൊജക്ട് ഫോർ സ്റ്റുഡൻസ് ഓഫ് ഹയർ സ്റ്റഡീസ്? അതായത് ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊജക്ട് ചെയ്യാൻ ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാനും എൻ്റെ ഒരു ടീച്ചറും കുറച്ച് കുട്ടികളൊക്കെ ചേർന്നിട്ട്, നമ്മൾ സ്റ്റുഡൻസ് ചേർന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ആ കുട്ടികളെ ഈ ഒരു ഫീൽഡിലൊക്കെ വരാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. കുട്ടികൾ പ്രൊജക്ട് ചെയ്യട്ടെ, കുട്ടികൾ പഠിക്കട്ടെ. ഇങ്ങനെയുള്ള മോത്തുകളെ കുറിച്ചൊക്കെ ഒബ്സർവ് ചെയ്യുന്നതും അതിൽ ഡൈവേഴ്സിറ്റി ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഹരികൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിറ്ററേച്ചർ ഫോർ ടാക്സോണമിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് മോത്ത്സ്. ഞാനത് കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടുമിക്ക ബുക്കുകളും അങ്ങനെ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈനായിട്ട് ജോമെട്രിഡ്സ് പോലെ നൊക്ടോയിഡ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ബുക്കുകൾ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ആർട്ടിക്കിൾ അവൈലബിൾ ആണ്. നല്ല കുറേ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. റോജർ കെൻഡ്രിക്കിന്റെ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ് ഓൺലൈൻ. ഈ ഇന്ത്യ ഫോൺ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഒക്കെ അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. അതിൽ പഴയതായതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ബ്രിട്ടീഷുകാർ അന്ന് ചെയ്ത് വെച്ച ആ സ്റ്റഡിയൊക്കെ വളരെ നല്ലൊരു സ്റ്റഡി ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഓൺലൈനിൽ കിട്ടും. ഓക്കെ, ഗിരികൃഷ്ണനൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ശ്രുതിയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കോഎവല്യൂഷനെ കുറിച്ച് ശ്രുതി ചോദിച്ചിട്ടുണ്ട്. ഗിരികൃഷ്ണൻ ചോദിച്ചിട്ടുള്ളത് മോത്തിന്റെ സ്ക്രീനിങ്ങിന്റെ ഇൻസ്റ്റാളേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. അത് എക്കോളജി എൻവയോൺമെന്റ് എങ്ങനെയാണ് മോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ധനിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോത്ത് പെസ്റ്റിനെ പറ്റി പറയാം. ഇപ്പൊ മോത്ത് കുറച്ചൊക്കെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. യൂഡോസിമ അല്ലെങ്കിൽ ഫ്രൂട്ട് പിയേഴ്സിങ് മോത്ത്, അല്ലെങ്കിൽ ലീഫ് തിന്ന മോത്തുകൾ അവർ പെസ്റ്റ് ആവുന്നതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള മോത്തുകൾ പെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകർ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളും ഉണ്ട്. അതിലൊന്നാണ് IPM, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽ പെസ്റ്റിസൈഡ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ബാക്കി സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് കൾച്ചറൽ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ബയോ കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബയോ കൺട്രോളിന്റെ എക്സാമ്പിൾ ആണ് പാരസിറ്റോയിഡ്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോക്കനട്ടിന്റെ ഒക്കെ പെസ്റ്റിന്റെ കേസിൽ കോക്കനട്ടിന്റെ പെസ്റ്റ് ഉണ്ട്, ഒപ്പിസിന അർണിസോള എന്ന് പറഞ്ഞിട്ടുള്ള പെസ്റ്റ് ഉണ്ട്. അങ്ങനെ പല പല പെസ്റ്റുകൾ ഉണ്ട്. ബ്ലാക്ക് ലൂപ്പർ, ഹൈപ്പോസിഡ്ര തലാക്ക, സ്ലഗ് കാറ്റർപില്ലേഴ്സ്, മാംഗോന്റെ ഒക്കെ പെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ
പെസ്റ്റുകളൊക്കെ ലീഫ് റോളേഴ്സ്, മൈനസ് ഒക്കെ വലിയ പെസ്റ്റാണ്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പാരസിറ്റോയിഡ്സിന് അവൈലബിൾ ആണ്. ബയോ കൺട്രോൾ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഹാൻഡ് പിക്കിംഗ് അവൈലബിൾ ആണ്. നമ്മൾ ആ ലീഫ് പോർഷൻ എടുത്ത് കളയുന്ന ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആള്. അപ്പോൾ നിങ്ങൾക്ക് എൻഡമോളജി ബേസ് ചെയ്തിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മോത്തിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലെ പെസ്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക ഐക്കാറിന്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഐക്കാറിന്റെ തന്നെ NBIR, പിന്നെ ഐക്കാറിന്റെ പിന്നെ എന്താ പറയാ ഐക്കാറിന്റെ IHR ഉണ്ട്, GKVK ഉണ്ട്. അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. അവിടെയൊക്കെ അഗ്രികൾച്ചർ എൻഡമോളജി ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനി എക്കോളജി ബേസ് ചെയ്ത് പഠിക്കണം എന്നാണെങ്കിൽ ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. ഇപ്പം ഞാനുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലായാൽ പോലും അവിടെ എന്താണ് മോത്തിന്റെ ഒക്കെ മീൻസ് ഇൻസെക്ടിന്റെ ഒക്കെ എക്കോളജി പഠിക്കാനുള്ള അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഇത്രയൊക്കെയാണ് ഓൺലൈനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടെ എല്ലാവരും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പോവാം. നിങ്ങൾക്ക് ചോദിക്കാം. അബ്ദുൽ ലത്തീഫ് ചോദിക്കാം. സർ ചോദിച്ചോളൂ. ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക്സ്. അപ്പൊ എനിക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ മോത്തെന്ന് പറയുന്നത് നിശാശലഭം, ഇത് രാത്രി കാലങ്ങളിൽ ഈ ചെടികളിലേക്ക് ഇത് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഏത് സെൻസറി ഓർഗൻ ഉപയോഗിച്ചാണ് പ്രധാനമായിട്ട്? ഇവര് മെയിനായിട്ട് ഈ സെൻസറി ഈ സാധനങ്ങൾ ഇവർ യൂസ് ചെയ്യണത് മേറ്റിനെ ചൂസ് ചെയ്യാനാണ്, ഫീമെയിൽ മെയിലിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോ അതിനുശേഷം ഫീമെയിലിന് എഗ് ലേ ചെയ്യണല്ലോ, അതായത് ഏത് ചെടിയാണോ അവർ ഭക്ഷിക്കേണ്ടത് ആ ചെടിയുടെ എഗ് ലേ ചെയ്യണല്ലോ. അപ്പൊ ഇത് ബിഹേവിയർലി ഇവർ ഇതില് എന്താ പറയാ ട്രെയിൻഡ് ആണ്. അങ്ങനെ ആരും പഠിപ്പിക്കുന്നതല്ല, ഇവരുടെ ജനിതകപരമായിട്ട് തന്നെ ഇവർ ട്രെയിൻഡ് ആണ്. ഇവര് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒലിയാണ്ടർ ഹോക്ക്മോത്ത് അരളി ചെടിയിലാണ് അല്ലെങ്കിൽ ആ ഫാമിലിയിലെ ചെടികളിലാണ് മുട്ടയിടുന്നത് അല്ലെ, അവര് അവിടെയാണ് വളരുന്നത്. അപ്പൊ അങ്ങനെ വളരുമ്പം അവർക്ക് ആ ചെടികളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ചില വോളൈറ്റൈൽ കെമിക്കൽസ് ഉണ്ടാവും, കാറ്റത്ത് ആവിയായി പോകുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് ഒക്കെ സെൻസ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഈ ഹെർബിവോർസിനുണ്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള എയറിൽ ഗ്യാഷ്യസ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ ഇവരുടെ ആന്റിനലൊക്കെ നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞ് ആന്റിനല്ലേ അതിലെന്താ ഉള്ളതെന്ന് വിചാരിക്കും. അതിൽ തന്നെ ചിലപ്പോൾ ഒരു 10-15 ടൈപ്പ് ഡിഫറെന്റ് സെൻസേഴ്സ് ഉണ്ടാവും, ചില കെമിക്കൽസിനോട് അല്ലെങ്കിൽ ചില മൂവ്മെന്റിനോട്. ഇതൊക്കെ സെൻസ് ചെയ്യാനുള്ള കുറെ സാധനങ്ങൾ ആ ഹെയർസിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇവര് ആ പ്ലാന്റിനോട് അട്രാക്ട് ചെയ്തിട്ട് വരുന്നതും അവിടെ എഗ് ലേ ചെയ്യുന്നു. ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഷാൽ ഐ യൂസ് LED ട്യൂബ് ലൈറ്റ്സ് ഫോർ ദ മോത്ത് കളക്ഷൻ? LED ട്യൂബ് ലൈറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ട്യൂബ് ലൈറ്റ്, പഴയ ട്യൂബ് ലൈറ്റിലൊക്കെ വരാറുണ്ട് സാധാരണ. പഴയ ട്യൂബ് ലൈറ്റ് വെച്ചിട്ട് മോത്തിനെ ഒബ്സർവ് ചെയ്യാറുണ്ട് ആൾക്കാർ, പണ്ടത്തെ മറ്റേ ട്യൂബ് ലൈറ്റിൽ. LED ട്യൂബ് ലൈറ്റിന്റെ കാര്യം എനിക്ക് ഷുവർ അല്ല, ശ്രമിച്ചു നോക്കാം നിങ്ങൾ എന്തായാലും. ബ്രൈറ്റ് ആണല്ലോ അത്യാവശ്യം. പിന്നെ ഇസ് ദർ എനി സീസണാലിറ്റി ഇൻ മോത്ത് ഡൈവേഴ്സിറ്റി? ഉണ്ട്, ശരിയാണ്. മോത്തിന്റെ ഡൈവേഴ്സിറ്റിക്കും സീസണാലിറ്റി ഉണ്ട്. ചില സീസണിൽ ഈ മോത്തിന്റെ ഡൈവേഴ്സിറ്റി, കാറ്റർപില്ലേഴ്സിന്റെ ഒക്കെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അവര് ഒരു ഫീൽഡൊക്കെ നശിപ്പിക്കാൻ മാത്രം ഉള്ള അത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോ സീസണാലിറ്റി ഉണ്ട്. അവര് ചില സീസണിൽ അവർ എസ്റ്റിവേഷൻ, ഞാൻ പറഞ്ഞല്ലോ എസ്റ്റിവേഷൻ, ഹൈബർനേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോ സീസണാലിറ്റി ഉണ്ട്. വാട്ട് ടു എ ടൈഗർ മോത്ത് ഈറ്റ്? അത് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ ടൈഗർ മോത്തിനെ കുറിച്ചാണെങ്കിൽ അത് നമ്മളെ നാട്ടിലെ വെങ്കണ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിന്റെ സയന്റിഫിക് നെയിം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, നോക്കണമാണെങ്കിൽ. വെങ്കണ എന്നാണ് അതിന്റെ മലയാളം പേര്, ആ ചെടിയുടെ പേര് വെങ്കണ, അങ്ങനെയാണ് മലയാളം പേര്. എക്സാമ്പിൾസ് ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ് ഇൻ മോത്ത്സ് ഇൻ കേരള ആൻഡ് ക്യാൻ യു സ്പെസിഫൈ അബൌട്ട് ഓൺഗോയിങ് പ്രൊജക്ട്സ് ഇൻ ഫീൽഡ്? എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല ശരിക്കും. മൈഗ്രേറ്ററി മോത്ത്സിനെ പറ്റിയിട്ട്, മൈഗ്രേറ്ററി മോത്ത്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. കറക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് നെയിം എനിക്ക് അറിയില്ല. പ്രൊജക്ടിനെ പറ്റിയും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം ധനിയ. സാറ് പറഞ്ഞ ഇൻഫോർമേഷൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഈ ഫീൽഡിൽ തന്നെ പഠിക്കണം ഇനി അങ്ങോട്ടും. സോറി. താങ്ക് യു. നവ്യ ചോദിച്ചിട്ടുണ്ട്, വിച്ച് മോത്ത് ഹാവ് ലോങ്സ്റ്റ് പ്രൊപോസ് ഇൻ കേരള? ലൈക്ക് ദോസ് ദാറ്റ് പോളിനേറ്റ് ദ കോമറ്റ് ഓർക്കിഡ്. എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതിനൊരു ഉത്തരം പറയാൻ അറിയില്ല.
പക്ഷെ നോർമലി ലോങ് പ്രൊബോസസ് ഉള്ള ആൾക്കാർ ഹോക്ക് മോത്ത് ഫാമിലിയിലാണ് വരാറ്. അത്രയാണ് എനിക്ക് ഉള്ളത്. റിജിൻ കെ ചോദിച്ചിരിക്കുന്നത് എനി ഗുഡ് മോത്ത് മ്യൂസിയം നിയർ ബൈ അസ്. നമുക്ക് സ്പെസിഫിക്കലി അങ്ങനെ മോത്തിനായിട്ടുള്ള മ്യൂസിയംസ് ഇല്ല. പക്ഷേ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇവർ പെസ്റ്റ് സ്പീഷീസിനൊക്കെ എടുത്തു വെക്കാറുണ്ട് സാറിന്. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ കുറെ മോത്തുകൾ കിട്ടാറുണ്ട്. TNAU നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഐക്കാറിന്റെ NBAR ഒരു നല്ല ഐക്കാർ NBAR അവിടെ കുറെ മ്യൂസിയം സ്പെസിമെൻസ് ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ആക്സസിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷെ കാണാൻ പറ്റും. അല്ലാതെ ജനറൽ പബ്ലിക്കിന് അങ്ങനെ ആക്സസിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഒന്ന് സംസാരിച്ച് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ആൾക്കാരെ എൻട്രി ചെയ്യാൻ വിടും, പക്ഷെ അങ്ങനെ സ്പെസിഫിക്കലി ആരെയും കാണാൻ എന്നുള്ള തരത്തിലൊക്കെ പോകണം. നിങ്ങൾ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മ്യൂസിയംസ് ഒക്കെ കാണാൻ പറ്റും. TNAU നല്ലതാണ്. തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആരോ ചോദിക്കുന്നുണ്ട്. ഹംസ ചോദിക്കാനുണ്ടോ? ഹംസ നിസ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അറിയാതെ ആയതിൽ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഐനാച്ചുറലിസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയോ ഡൗട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പൊ തന്നെ. താങ്ക് യു. താങ്ക് യു. നോക്കട്ടെ ഒരു സെക്കൻഡ്. ഹൗ മോത്ത് പോപ്പുലേഷൻ റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ് ലൈക്ക് ലൈറ്റ് പൊല്യൂഷൻ. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് പൊല്യൂഷനെ അവർക്കിപ്പോ ബുദ്ധിമുട്ടാണ്. ശരിക്കും ലൈറ്റ് പൊല്യൂഷൻ കുറച്ച് അധികമായതുകൊണ്ട് അവർക്കിപ്പം പ്രശ്നമാണ്. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ, അവരുടെ ട്രാവലിങ്ങിൽ, അങ്ങനെ പല കാര്യങ്ങൾക്കും അവർ പ്രശ്നമായിട്ട് എടുക്കുകയാണ്. ചില മോത്തുകൾ ഈ ലൈറ്റിന്റെ ഇവിടെ കുടിയും ഗ്രൗണ്ടായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആ സിറ്റുവേഷൻസിൽ മോത്തിന്റെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻവയോൺമെന്റൽ ചേഞ്ച് ലൈറ്റ് പൊല്യൂഷൻ അതന്നെയാണല്ലോ പറയണത്. അപ്പോൾ ഇപ്പം അഡാപ്റ്റേഷൻസ് ഉണ്ടായിട്ട് കാണുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി, ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. ജോമെട്രി ഡേയിലുള്ള ചില മോത്തുകളുടെ സെൻസിറ്റിവിറ്റി കുറഞ്ഞതായിട്ട്, അർബൻ ഏരിയാസിൽ സെൻസിറ്റിവിറ്റി കുറഞ്ഞതായിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരും അഡാപ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ സഡൻ ചേഞ്ചുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ ലൈറ്റിനോട് അഡാപ്റ്റ് ആയിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് അതിൽ അഡാപ്റ്റ് ആവാൻ പറ്റാതെ അവർ നശിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ നമുക്കുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത്, രാത്രി സമയങ്ങളിൽ വേണ്ടാത്ത ലൈറ്റുകളൊക്കെ അണക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം.